വനമേഖലയിലെ അത്യപൂർവമായ സസ്യാവരണമാണ് മിരിസ്റ്റിക്ക ചതുപ്പുകൾ. ശുദ്ധജല ആവാസ വ്യവസ്ഥകളാണ് മിരിസ്റ്റിക്ക കാടുകൾ. മണൽ കൂടുതലുള്ള എക്കൽ മണ്ണാണ് ഇവിടെ ഉണ്ടാവുക. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 50 മുതൽ 300 മീറ്റർ ഉയരം വരെയുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ് ഈ ചതുപ്പ് വനങ്ങൾ കാണുക. ഭൂമിക്ക് മുകളിലേക്ക് ഉയർന്നു വളരുന്ന കെട്ടുപിണഞ്ഞ വേരുകളാണ് മിരിസ്റ്റിക്കയുടെ പ്രത്യേകത. ഇത്തരം സസ്യങ്ങൾ ശ്വസിക്കുന്നതിനായി ആശ്രയിക്കുന്നത് വേരുകളെയാണ്. മിരിസ്റ്റിക്ക ചതുപ്പുകൾ കേരളത്തിൽ ആദ്യം കണ്ടെത്തിയത് കൊല്ലം ജില്ലയിലെ ശെന്തൂരുണി കുളത്തൂപ്പുഴ വനമേഖലയിലാണ്. 1960കളിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവ ഇന്ത്യയിൽ തന്നെ പശ്ചിമഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് കരുതുന്നത്. ചെറിയ മീനുകളും മരത്തവളകളും അടക്കം നിരവധി ഉഭയജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഇത്തരം ചതുപ്പുകൾ. ഒട്ടേറെ സസ്യജാലങ്ങളുമുണ്ട്. ആകൃതിയിലുള്ള ശ്വസന വേരുകളാണ് ഇവയുടെ പ്രത്യേകത. കാവടി വേരുകൾ എന്നും അറിയപ്പെടുന്നു. ജീവിക്കുന്ന ഫോസിലുകളായും ശാസ്ത്രലോകം ഇവയെ കാണുന്നു. കേരളത്തിന് പുറമെ ഗോവ, കർണാടക എന്നിവിടങ്ങളിലും മഹാരാഷ്ട്രയിലെ ഒരിടത്തും ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ഭൂവിസ്തൃതിയുടെ 0.004% മാത്രം ചതുപ്പുകൾ ഉണ്ടായിരുന്നിട്ടും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന 16.3% ജീവിവിഭാഗങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ മറ്റ് ആവാസ വ്യവസ്ഥകളെക്കാൾ വന്യജാതി ചതുപ്പുകൾ ഏറെ മുന്നിലാണ്. ഇവിടെ രാജവെമ്പാലയടക്കം 55 ഇനം ഉരകജീവികളും 70-ലേറെ ഇനം തുമ്പിയിനങ്ങളും 150ഓളം ചിത്രശലഭങ്ങളും 150-ലേറെ പക്ഷി ഇനങ്ങളും 44 ഇനം ചിലന്തി ഇനങ്ങളും ആന, കരിങ്കുരങ്ങ്, സിംഹവാലിനടക്കം നിരവധി സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ്. നിത്യഹരിത വനങ്ങളിലെ താഴ്ന്ന വിധാനങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ശുദ്ധജല ചതുപ്പുകളാണ് വന്യജാതി ചതുപ്പുകൾ. ഈ ചതുപ്പുകളിൽ നിത്യഹരിത വനങ്ങളിൽ കാണുന്ന സാധാരണ മരങ്ങൾക്ക് വളരാൻ കഴിയുകയില്ലെന്നതും മിരിസ്റ്റിക്ക ചതുപ്പുകളുടെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.